സോഷ്യൽ മീഡിയയിൽ സജീവമായ ശേഷം വിവാദം ഒഴിഞ്ഞ സമയം രേണുസുതിക്ക് ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് ഇൻസ്റ്റാഗ്രാമിൽ രേണു സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചതും ഗ്ലാമറായിട്ടുള്ള വീഡിയോകൾ സബ്സ്ക്രൈബേഴ്സിനായി പങ്കുവച്ചു തുടങ്ങിയതും. അവരിൽ ചിലത് ഇടയ്ക്ക് ലീക്കാകാറുമുണ്ട്. കഴിഞ്ഞ ദിവസം രേണുവിൻ്റേത് എന്ന പേരിൽ മോശമായ ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അതിനെതിരെ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് രേണുസുതി ഇപ്പോൾ. തൻ്റെ ഡബിൾ കയറി വീഡിയോകൾ ആസ്വദിച്ച ശേഷമാണ് ചിലവന്മാർ തൻ്റെ വീഡിയോകൾ ലീക്കാക്കുന്നതെന്ന് രേണു പറയുന്നു. രേണുവിൻ്റെ വാക്കിലൂടെ തുറന്നു വായിക്കാം. രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തനിട്ടത് കണ്ടു. ഇവനെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി ഇരുന്ന് ആസ്വദിച്ച ശേഷമാണ് ഇവനൊക്കെ പിന്നീട് അത് പുറത്തുവിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനുള്ളിൽ ലൈവ് പോയതാണ്, അല്ലാതെ ആരുമായി പേഴ്സണായി ചാറ്റ് ചെയ്തതോ വീഡിയോ കൊടുത്തതോ അല്ല. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്കാണ് ലൈവിൽ പോയത്. ഒരുപാട് നാളായി ലൈവിൽ പോയിട്ട്. അതുകൊണ്ടാണ് ലൈവിൽ പോയത്. ആ ലൈവ് പോയ വീഡിയോ ആസ്വദിച്ചിട്ടാണ് ഇവന്മാരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടത്. ഏത് നാണം കെട്ടവനാണോ ഈ പ്രവൃത്തി ചെയ്തതെങ്കിലും അവനോട് ചോദിക്കാനുള്ളത്, ഇതൊക്കെയാണോ നിൻ്റെയൊക്കെ പരിപാടി? എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു ചുണ്ട് പൊട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ ലൈവിൽ വന്ന് കാണിച്ചു തന്നതും നീ എന്താണ് ഓർത്തത് ഞാൻ ലൈവിൽ പോകാനില്ലെന്നോ? ഇനിയും ഞാൻ ലൈവ് പോകും. സ്ക്രീൻഷോട്ട് ഇടുന്നവന്മാരെ പേടിച്ച് എനിക്ക് ലൈവിൽ പോകാതിരിക്കാൻ പറ്റില്ല. നീ ഇനിയും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ എന്നാണ് രേണു പ്രതികരിച്ചത്. രേണുവിൻ്റെ വിശദീകരണ വീഡിയോ വന്നതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം കമൻറ്റുകൾ വന്നു. സത്യത്തിൽ നിങ്ങളാണ് സ്ത്രീയെ നാണം കെടുത്തുന്നത് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നു. എല്ലാം വന്ന് കാണിക്കും. എന്നിട്ട് പിന്നെ അത് ആരേലും പറയുമ്പോൾ അത് കുറ്റം. എല്ലാ വീഡിയോസും നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, നാണമില്ലേ നാണമില്ലേ എന്നത്? ഒന്ന് കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്ന് സ്വയം ചോദിച്ചു നോക്കൂ. നിങ്ങൾ സംസാരത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ കൾച്ചർ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം എന്നിങ്ങനെ പോകുന്നു ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ.